ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മന്ത്ലി മൂവി അനാലിസിസ് മെയിലെയാണ്. ഇതിന് മുമ്പത്തെ മാസത്തിലെയും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മുൻപ് ചെയ്ത മന്ത്ലി മൂവി അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കേരളത്തിലെ ബോക്സ് ഓഫീസ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ബോളിവുഡ്, ടോളിവുഡ്, ഹോളിവുഡ് എല്ലാ പടങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ പെർഫോമൻസ്, കേരളത്തിലെ എങ്ങനെയാണ് പെർഫോമൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറേ അധികം മലയാള സിനിമകൾ റിലീസ് ചെയ്ത ഒരു മാസമായിരുന്നു മെയ് മാസത്തിൽ. പക്ഷേ എടുത്തു പറയാൻ ഒരു വലിയ ഹിറ്റില്ലാത്ത ഒരു മാസം കൂടിയാണ് മെയ് മാസം. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏപ്രിൽ ഒരു ഏകദേശം ഒരു നല്ല മാസമായിരുന്നു മലയാള സിനിമയ്ക്ക്. അതിനുശേഷം മെയ്യിലോട്ട് വന്നപ്പം മെയ് 1 3 പടമാണ് തിയേറ്ററിലെത്തിയത്. അതിൽ 2 തമിഴ് സിനിമയും 1 തെലുങ്ക് പടവുമാണ്. ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ സൂര്യ അണ്ണൻ നായകനായിട്ട് കാർത്തിക് സുബ്രാജ് കൂട്ടുകെട്ടി വന്ന പടം റെട്രോ. എല്ലാവരും നല്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ്. പക്ഷേ പടം വേണ്ടത്ര ചലനം ഉണ്ടാക്കാൻ കേരള ബോക്സ് ഓഫീസിന് മാത്രമല്ല ഹോളിവുഡ് ബോക്സ് ഓഫീസിന് കഴിഞ്ഞിട്ടില്ല. പടം പൊട്ടി. മെയ് 1 തന്നെ റിലീസായ മറ്റൊരു തമിഴ് പടമാണ് അഭിനാഷ് ജീവിതൻ ഡയറക്ഷൻ ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി. പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഡയറക്ഷനാണ്. പുള്ളിക്കാരൻ അത്ര വലിയ പ്രായമൊന്നുമില്ല, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ 24-25 വയസ്സുള്ള ഒരാളാണ് ഈ ഒരു ഡയറക്ഷൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. കിടിലം പടം. ഞാനത് OTT-യിലാണ് കണ്ടത്. കിടിലം പടം ടൂറിസ്റ്റ് ഫാമിലി. ഇവിടെ കേരളത്തിൽ ഏകദേശം നല്ല റിവ്യൂസ് കിട്ടി. എന്നാൽ അറിയാം, ഇതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമൊന്നുമല്ല, ചെറിയൊരു പടമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ടൂറിസ്റ്റ് ഫാമിലി നല്ല പെർഫോമൻസാണ് കേരളത്തിലും കിട്ടിയത്. മൂന്നാമത് വന്ന പടമാണ് തെലുങ്ക് പടമാണ്. നാനിയെ നായകനാക്കി സലീഷ് കോളനു ഡയറക്ഷൻ ചെയ്ത ഹിറ്റ് 3. നായിക ആക്ട്രസ്സായിട്ട് വന്നത് ശ്രീനിധി ഷെട്ടിയാണ്. പക്ഷേ ഇതിനകത്ത് വലിയ ഇതൊന്നുമില്ല, വലിയ റോളൊന്നുമില്ല, ചുമ്മാ പിടിച്ചിട്ടേക്കുന്നൊരു ആക്ട്രസ്. അപ്പം ഈ പടം കേരളത്തിൽ അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ ആവറേജ് ഒരു അഭിപ്രായം കിട്ടി നിന്നൊരു പടമാണ് ഹിറ്റ് 3. അടുത്തത് മെയ് 6 വന്ന പടം ബോളിവുഡിൽ നിന്ന് ബഹുക്കിലോട്ട് ആരാ, അക്ഷയകുമാർ നായകനായിട്ടും, അക്ഷയകുമാർ മാത്രമല്ല അഭിഷേക് ബച്ചൻ, അങ്ങനെ കുറേ കാസ്റ്റിങ്ങിൽ കൂടെ വന്ന പടമാണ് ഹൗസ്ഫുള്ള്. പടം ഓൾ ഓവർ നല്ല പെർഫോമൻസ് ആണെങ്കിലും കേരളത്തിൽ പടം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, പടം പൊട്ടി. മെയ് 8 2 മലയാളം പടമാണ് റിലീസാക്കിയത്. ഒന്ന് പടക്കളം, 2 സർക്കിട്ട്. പടക്കളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മനു സ്വരാജ് ഡയറക്ഷൻ ചെയ്ത് ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിച്ച പടം, ഫാൻറ്റസി പടമാണ് പടക്കളം. ഈ ഫ്രൈഡേ ഫിലിംസ് ഹൗസ് നല്ല തീംസ് കൊണ്ടുവരും. പക്ഷേ അത് എത്രത്തോളം എനിക്ക് ഈ പടക്കളം എന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് വർക്ക് ആവാത്ത ഒരു പടമാണ് പടക്കളം. അത് കുറേ പേർക്ക് അത് വർക്കായി, പക്ഷേ എനിക്കത് വർക്കാവാത്ത ഒരു പടം. പക്ഷേ ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പടം ഇതിന് മുമ്പ് ഇറങ്ങിയ ഒരു പടം ഉണ്ടായിരുന്നു പെൻഡുലം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു തീമായിരുന്നു. പക്ഷേ ആ ഒരു പടം നല്ലൊരു ഇതുപോലത്തെ പടമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു തീം ഉണ്ടായിരുന്നു ഈ പടത്തിന്, പടക്കളം. പക്ഷേ ഈ ഒരു പടം എത്രത്തോളം ഇവർ എത്തിയെന്ന്, ഓരോരുത്തരുടെ മുന്നിൽ എത്തിച്ചതെന്ന് പറഞ്ഞാൽ, അത് എത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കൂടുതലും പേർക്കും അത് അങ്ങനെ അക്സെപ്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ബാഹുബലി എന്ന് പറഞ്ഞൊരു സിനിമ അത്രയും വലിയ, എനിക്ക് വിഷ്വലി നല്ല എഫക്റ്റ് ആയിട്ട് തോന്നി. നല്ല സീനൊക്കെ ഉള്ള നല്ലൊരു സിനിമയായിരുന്നു ബാഹുബലി 2, അങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകളുണ്ട്. ആ ഒരു പടം ഇപ്പം മലയാളത്തിലോട്ട് കൊണ്ടുവന്ന് ഒരു ചെറിയ ഒരു തീമിൽ കൊണ്ടുവന്ന് ഒരു കാർഡ് ബോർഡൊക്കെ വെച്ച് ചെറിയ ആക്ടർമാരെ കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഈ പടക്കളം എന്ന് പറഞ്ഞ സിനിമ ഇച്ചിരി നല്ല, എന്ന് വെച്ചാൽ ഹോളിവുഡ് ലെവലിൽ കൊണ്ടുവരേണ്ട, ഹോളിവുഡ് ലെവലിൽ ഒരു തീമുള്ള ഒരു പടമായിരുന്നു. പക്ഷേ അത് എനിക്ക് അത്ര വർക്കായില്ല. കുറച്ചുകൂടെ നല്ലതാക്കിയായിരുന്നെങ്കിൽ ചിലപ്പം വർക്കായേനെ. മെയ് 8 തന്നെ റിലീസായ മറ്റൊരു പടമാണ് തമാർ KV ഡയറക്ഷൻ ചെയ്ത സർക്കിട്ട്, ആസിഫ് അലി നായകനാക്കി കൊണ്ടുവന്ന പടമാണ്. ഈ പടവും നല്ലൊരു അഭിപ്രായം കിട്ടിയതാണ്, നല്ല റിവ്യൂ കിട്ടിയതാണ്. പക്ഷേ പടം പിടിച്ച് നിൽക്കാനായില്ല, പടം പൊട്ടി. മെയ് 9 2 മലയാള സിനിമയാണ് റിലീസിനെത്തിയത്. ബിൻഡോ സ്റ്റീഫൻ ഡയറക്ഷൻ ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കഥ അവർ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ വിജയത്തിൻ്റെ കേക്ക് മുറി തുടങ്ങിയ പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ വിജയാഘോഷം നടത്തി എന്നും തോന്നുന്നു. അത് കഴിഞ്ഞൊരു ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പം വിജയാഘോഷം നടത്തി. ഇപ്പം അടുത്ത സമയത്ത് വേറൊരു വിജയാഘോഷം നടത്തി. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. ഈ ഒരു പടം ഇവർ ട്രെൻഡ് ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഇതേപോലെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വിജയാഘോഷം നടത്തുന്ന ഒരു സിനിമ. എനിക്ക് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി അത്ര
വർക്കാവാത്ത സിനിമ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കിടപ്പുണ്ട്. അപ്പം അത് അത്ര എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമയാണ്. കാരണം അതിനകത്ത് ഒരു ഒരു തീം ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫ് എങ്ങനെയോ പോകുന്നില്ല, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന തീം അവർ കറക്റ്റ് എടുത്തു വെച്ചിട്ടില്ല. പിന്നെ ഈ കണ്ണിപ്പൊടിയിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കാണും, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. മെയ് 9 തന്നെ റിലീസായ മറ്റൊരു പടമാണ് ശാന്തിമി രാത്രി എന്ന് പറയുന്ന പടം. ജയരാജ് ഡയറക്ഷൻ ചെയ്തതാണ്. മറ്റേ ജോണി വാക്കറിനകത്ത് ആ സോങ്ങിൻ്റെ ആദ്യത്തെ, ഇപ്പം അറിയാലോ, പേര് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പഴയ സിനിമയുടെ ഫസ്റ്റ് ലൈൻ അങ്ങ് എടുത്തൊരു പേരാക്കും, അങ്ങനെ കൊണ്ടുവന്ന ഒരു പടം 8 നില പൊട്ടി. മെയ് 16 ഒരു മലയാള സിനിമയും ഒരു തമിഴ് സിനിമയാണ് റിലീസിനെത്തിയത്. ദിലീഷ് കരുണാകരൻ ഡയറക്ഷൻ ചെയ്ത ലവ്ലി, മാത്യു തോമസിൻ്റെ വെറുപ്പിക്കൽ ആക്കി വെച്ച. ഞാൻ ആ പടം ഇപ്പോൾ OTT ഇറങ്ങി, ഞാൻ കണ്ട്, ഞാൻ റിവ്യൂ ഇട്ടിട്ടില്ല, ഉടനെ ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടേക്കാം. വെറുപ്പിച്ച പടം. ഈച്ചയിലെ ഡൂപ്പ്, ഈച്ചയിൽ നിന്നും ഈച്ച ഇമിറ്റേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് 8 നില പൊട്ടിയ പടം ലവ്ലെ. തമിഴിൽ നിന്നും വന്നത് മെയ് 16 വന്നതാണ് പ്രശാന്ത് പാണ്ഡിരാജ് ഡയറക്ഷൻ ചെയ്ത മാമൻ. ഇത് എൻ്റെ ആക്ടർ എന്ന് പറഞ്ഞാൽ സൂര്യയാണ്. പണ്ടൊക്കെ കോമഡി റോൾ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പം പുള്ളി നല്ല വെട്ടുമാരം കൊണ്ടുവന്ന് നല്ല ഒരു ആക്ടറാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇതിനകത്തോട്ട് വന്ന് കൂടുതൽ പേരെ ആക്സെപ്റ്റ് ആക്കാൻ കേരള ബോക്സ് ഓഫീസിന് കഴിഞ്ഞിട്ടില്ല, പടം പൊട്ടി. അടുത്ത റിലീസ് മെയ് 23 ദീപു കരുണാകരൻ ഡയറക്ഷൻ ചെയ്ത മിർസ് ആൻഡ് ബാച്ചിലർ. ഇന്ദ്രജിത്തും അനശ്വരയും കൂടാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. വെറുപ്പിച്ച് അങ്ങേയറ്റം ആക്കി കൊടുത്തിട്ടുണ്ട്. പടം 8 നില പൊട്ടേ. മെയ് 23 തന്നെ വന്ന മറ്റൊരു പടമാണ് ആസാദി. റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ജോ ജോർജിൻ്റെ ഡയറക്ഷൻ, ശ്രീനാഥ് വാസി, ജംഗിൾ ലാലു കൂടെ വന്ന പടം. അത്ര എനിക്ക് വർക്കായില്ല പടം. തിയേറ്ററിലും 8 നില പൊട്ടി. മെയ് 23 വന്ന മറ്റൊരു മലയാള സിനിമയാണ് ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണനും രാഹുൽ ജിയും കൂടെ ഡയറക്ഷൻ ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ്റെ നായകനാക്കി വന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അത്യാവശ്യം നല്ല ഒരു ഹൈപ്പി വന്ന ഒരു പടമായിരുന്നു. മിന്നൽ മുരളി യൂണിവേഴ്സിറ്റി വരും എന്ന് വിചാരിച്ച് വന്ന പടം. അപ്പം ഈ ഒരു പടം എനിക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനത് OTT ഇറങ്ങുമ്പോൾ ഞാൻ റിവ്യൂ ഇട്ടേക്കാം. ഈ ഒരു പടത്തിന് നല്ല റിവ്യൂ, മിക്സഡ് റിവ്യൂ വന്നിട്ടുണ്ട്, നല്ല റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ കേട്ടത്. അനുരാജ് മനോഹർ ഡയറക്ഷൻ ചെയ്ത് മെയ് 23 തന്നെ വന്ന മറ്റൊരു മലയാള സിനിമയാണ് നരിവേട്ട. അത്യാവശ്യം നല്ല റെസ്പോൺസ്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടൊരു പടമായിരുന്നു. അപ്പം ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോക്സ് ഓഫീസ് പെർഫോമൻസ് കാഴ്ചവെച്ച് അത് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെന്ന് അറിയത്തില്ല, ഒരു ആവറേജ് സ്റ്റാറ്റസ് നേടിയ ഒരു പടം കൂടിയാണ് നരിവേട്ട. അടുത്ത റിലീസ് വന്നതെന്ന് പറഞ്ഞാൽ മെയ് 30 വിനോദ് AK ഡയറക്ഷൻ ചെയ്ത് മൂൺ വാക്ക്. അത് സിനിമ ഇറങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പടം അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഈ മൂൺ വാക്കിന് പകരം ബാക്ക് വാക്ക് എന്ന് ആയിരുന്നു ഈ പടത്തിന് പേരിട്ടുണ്ട്. പടം 8 നില പൊട്ടി. മെയ്യിൽ റിലീസായ സിനിമകൾ, ഇതിനകത്ത് 3 സിനിമ തമിഴിൽ നിന്നും, ഒരു സിനിമ ബോളിവുഡിൽ നിന്നുമാണ്, ഒരു സിനിമ തെലുങ്കിൽ നിന്നുമാണ് റിലീസായത്. ബാക്കിയെല്ലാം മലയാള സിനിമ. പിന്നെ ഇത് വീട്ടുകാർ മാത്രം കാണുന്ന കുറേ സിനിമകൾ ഈ മാസത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. തിയേറ്ററിൽ അങ്ങനെ ഓടിച്ചിട്ടൊന്നുമില്ല, അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. അപ്പോൾ ഇത്രയാണ് മെയ് മന്ത്ലി മൂവി അനാലിസിസിലെ മെയ്യിലെ റിവ്യൂസ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഹിറ്റ് എടുത്ത് പറയാനില്ലാതായിപ്പോയി. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ടൂറിസ്റ്റ് ഫാമിലിയാണ് മെയ് മാസത്തിൽ എനിക്കിഷ്ടപ്പെട്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു എടുത്തു പറയേണ്ട ഒരു ഹിറ്റ് ഇല്ലാത്തൊരു മാസം കൂടെ ആയിപ്പോയി മെയ് മാസം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.